എടുക്കാൻ വയ്യ. എന്തിനാണ് ഈ പട്ടിക്ക് അങ്ങനെയൊക്കെ എടുത്തോണ്ട് വന്നത്? അല്ല ഞാൻ ഇത് വെച്ച് അവനെ അടിക്കാൻ. വാ ഞാൻ നോക്കാം. ഇവിടെ പാമ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പാമ്പുണ്ട്, ചീറ്റുന്ന കേട്ടു. പാമ്പ് ചീറ്റല്ലെന്ന് പിന്നെ? പാമ്പില്ലെന്ന് ഞാൻ ഇങ്ങനെ കാണിച്ച. പാമ്പില്ലായിരുന്ന പാമ്പല്ലെന്ന് ഞാൻ ഷൂന്ന് കാണിച്ചത്. അത് പറയണ്ടേ? അതാണ് ഇവന് വായിൽ വിരലിട്ടുണ്ട് കാണണമെന്ന് കാണിച്ചോണ്ടത്. അണ്ണാ പെയ്യെ പെയ്യെ പറ, അവ ഇറങ്ങി ഓടും. ഇല്ലെന്ന് അവനെ വന്നു കഴിഞ്ഞാൽ കൊല്ലണം അഥവാ തട്ടണം. അണ്ണാ അണ്ണൻ കൊല്ലനാണോ തട്ടാനാണോ? ആശാരി നിന്നോട് എന്നടാ ഈ പറഞ്ഞത്? ഇതല്ലേ നിന്നോട് പറഞ്ഞോണ്ടിരുന്നത്? അവനെ കൊല്ലാനല്ലേ? ആ കൊല്ലാനാ വന്ന്. ഞാൻ ready ആണ്. വെട്ടി അരിഞ്ഞു കൊന്നോണം. തീർത്തേക്കാം. അത്രേ ഉള്ളൂ. ടൂൾസ് എടുക്കണം. അവനെ എടുത്ത് വെച്ചിട്ടുണ്ടോ? എന്നാ പറ്റി? പൊളന്നുപോയി. പൊളന്നു പോയോ? പൊളന്നുപോയി. ഈ തെലുങ്ക് സിനിമയിലൊക്കെ ഇങ്ങനല്ലേ വാളെടുക്കണം, അതുകൊണ്ട് ഞാൻ എടുത്ത. ഞാൻ ആലോചിക്കുമായിരുന്നു ഇവന് ഈ വാള് ഇടുപ്പിലങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ആകപ്പാട് വിഷയമായി ആശുപത്രി കൊണ്ട് ഓടേണ്ട ഗതി വന്നേനല്ലോ. ഈ ആവശ്യമില്ല. പോയാലോ? പിന്നെ ആശുപത്രി പോവല്ലേ ഈ സമയത്ത്? എന്റെ മുതു പൊളന്നു തോന്നുന്നു. ആ മുറി മുടങ്ങ ഞാൻ പിന്നെ ശരിയാക്കാം. പോടാ അവിടുന്ന്. അണ്ണ പ്ലാൻ പറ. അണ്ണന്റെ പ്ലാൻ പറ. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഇരിക്കാം. നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയിരിക്കണം. ശരിയാ. അണ്ണന്റെ പൈൽസിന്റെ ഓപ്പറേഷൻ പോലെ ഫെയിൽ ആവരുത്. പൈൽസ് എന്ന് പറയല്ലേ. പൈൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ബാത്റൂമിൽ പോകാൻ മുട്ടും. അർഷസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാവും ബാത്റൂമിൽ പോകാൻ മുട്ടും. അല്ല ഞാൻ പറഞ്ഞ അതേപോലെ ഇത് പരാജയമാവരുത്. അല്ല ബാത്റൂം ഉണ്ട് ഇവിടെ. ഇവിടെ ബാത്റൂം ഉണ്ടാവും. എടാ നമ്മൾ ബാത്റൂമിൽ പോകാൻ വന്നതാണോ? പിന്നെ കൊല്ലം വന്നതല്ലേ. കൊല്ലാൻ അവന് കിട്ടിയ കൊന്നോക്കണം. കൊന്നേക്കൊണ്ടോ? കേട്ടോ? ഓക്കെ റെഡിയാ. ഞങ്ങളൊക്കെ എവിടൊക്കെ നിക്കണോന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് മാറിക്ക്. നീ അടുക്കള ഭാഗത്തേക്ക് മാറി. നീ ഇതെങ്ങോട്ട് മാറിക്ക്. നീ അടുക്കള ഭാഗത്തേക്ക് കണ്ട അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണമാണെങ്കിൽ അടിച്ചു മാറ്റും. അത് പ്രശ്നമാവും. നീ അവിടെ നിന്ന്. അണ്ണാ ഞങ്ങൾ എല്ലാരും വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടല്ലോ. എന്നാ ഞാൻ 1 2 3 4 5 6 കാറ്റ് കളിക്കാൻ വന്നല്ലോ. അണ്ണാ ഞാനവിടെ നിക്കത്തില്ല. അവിടെ ഒരു പട്ടിയെ കെട്ടിട്ടേക്കുന്നു. ഈ കില്ലപ്പട്ടിനെ കണ്ടിട്ടാണോ നിനക്ക് ഈ പ്രശ്നം? എടാ ഗുണ്ടയായി കഴിഞ്ഞാൽ ധൈര്യമാണ്. നീ എന്നെ കണ്ടുപിടി. ഞാൻ രക്തം കണ്ട് അർപ്പം അറിയവനാ. അറിയാമോ? അണ്ണൻ കോഴിക്കടയിലായിരുന്നടാ. എന്നും കോഴിയെ കൊല്ലുമല്ലോ, അപ്പൊ ചോര കാണും. എന്റെ സുഹൃത്തുക്കളൊന്നും ഓർക്കിയല്ല. എനിക്ക് കണ്ണി ചോരയില്ലാത്ത വെട്ടി തെരത്തി കളയും ഞാൻ. മാതളം മേടിച്ച് ഞാൻ ചോരയോട്ടം ഉണ്ടാവും. അല്ല അയൻകുളി വെച്ചാൽ അയൻകുളിയാ. അല്ല അത് മാറി കിട്ടും. അങ്ങനെ അല്ല മാതളം കണ്ണിൽ ചോര അല്ലെ ചോര രക്തം ഉണ്ടാവും അയൻകുളി കഴിച്ചാ. എന്നാ പറഞ്ഞ മനസ്സിലാക്കും. എടാ നിങ്ങൾ പോയി ഒളിക്കണം. ഞങ്ങൾ ഇതിൽ ഒളിക്കും. നമ്മളവനെ കൊല്ലാൻ വന്നേ. അവൻ വേണ്ട നമ്മളെ കണ്ടാ ഒളിക്കാൻ. ഇല്ലെന്ന് ഞാൻ ബെല്ലടിക്കും അവൻ ഇറങ്ങി വരും. അപ്പൊ നമ്മള് ഓക്കെ ഞാൻ ഈ ഭാഗത്ത് ഇറങ്ങണമെങ്കിൽ അവിടെ വെച്ച് വെട്ടിക്കോ. ഈ ഭാഗത്ത് ഞാൻ ഏറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വീട് നമ്മൾ വളഞ്ഞിരിക്കുകയാണല്ലേ? വളഞ്ഞിരിക്കുക. ഈ വീട് വളഞ്ഞല്ല പൊളിഞ്ഞിരിക്കുകയാണ്. അത് പൊളിഞ്ഞിരിക്കല്ലേ. പിന്നെ പഞ്ചായത്തിന് മെയിൻ്റെനൻസിന് കൊടുത്താൽ കിട്ടുമല്ലോ. ഷെറഫക്കല്ലേ? ഷെറഫക്ക വീട് പണി മൊത്തത്തിൽ ഏറ്റെടുക്കും. ആണല്ലേ? എന്നാ പെരവാസത്തിലും കഴിഞ്ഞ എന്റെ താക്കോലും മേടിച്ചോണ്ടങ്ങ് പോയാലോ നമുക്ക്. നമ്മൾ എന്തിനാ വന്നത്? അണ്ണൻ ധൈര്യമായിട്ട് ഒട്ടിക്കും. കോളിംബെൽ അടിച്ചോ. അടിച്ചോട്ടെ. ഞാൻ ബെല്ലടിച്ചോ. ബെല്ലടിക്കണ്ണ. ധൈര്യമായിട്ട് അടിച്ചോ. അടിച്ചോ. അയ്യോ അമ്മേ അയ്യോ. അയ്യോ അടിപൊളി സാധനം കേട്ടോ. നല്ല കോളിംബെല്ല്. ടെക്നോളജി ശബ്ദമല്ലേ? നല്ല കൊള്ളാം. ഇതുപോലെ ഒരെണ്ണം എന്റെ വീട്ടിൽ മേടിച്ചോ. ഒന്ന് അടിയാ. കൊള്ളാം. നല്ല കൊള്ളാം സൗണ്ട്. അയ്യോ അമ്മേ അയ്യോ. സൂപ്പർ സാധനം കോളിംബെല്ല്. ആളുണ്ടാകത്ത്. ആളുണ്ടോ? നെടലിയം കണ്ടതാ കേട്ടോ. വേണോ നോക്കട്ടെ. ഇറങ്ങി വരുമ്പോ കേറ്റിക്കോണം. കേറ്റിക്കോ. അങ്ങനെ കൂത്ത് ഞാൻ പെട്ടും. ഓക്കെ. എന്ത് പറ്റി നിങ്ങളെ? എല്ലാം പറ്റിയതാ. ഒരു പെണ്ണ് നിന്ന് നിലവിളിക്കാനായിട്ട് എന്താന്ന് മനസ്സിലായില്ലോടോ. അപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ ഭർത്താവില്ല. അയ്യോ ഭർത്താവില്ലാതെ അങ്ങനെ ഗർഭിണിയാവും. ഭർത്താവ് ഉള്ളിടത്ത് പോയിട്ടുണ്ടാവും. ഭർത്താവ് ഇവിടെ ഇല്ലാന്ന്. അയ്യോ ഉള്ളിടത്ത് പോയി ഗർഭിണിയായി കാണും. അതാണ് പറയണത്. ഇപ്പൊ ആരുമില്ലേ? ആശുപത്രിയിലാക്ക്. ഞാൻ ഇപ്പൊ പ്രസവിക്കും. പെട്ടല്ല അണ്ണ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇവിടെ വേറെ ആരും ചോദിച്ചേ. ഇവിടെ വേറെ ആരും ഇല്ലേ? സ്വന്തക്കാരൊന്നും ഇല്ലേ? ഇവിടെ ആരുമില്ല. ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്ക്.
ഞാൻ പ്രസവിക്കും. ഞങ്ങളിവിടെ കല്യാണം വിളിക്കാനായിട്ട് വന്നതല്ലേ? അതെ, ഞങ്ങൾ കല്യാണം വിളിക്കാൻ വന്നതായിരുന്നു. അയ്യോ, അപ്പോൾ ആരായാലും നിങ്ങൾ കുഴപ്പമില്ല. ഗർഭിണി. ഇപ്പൊ നിങ്ങൾ എനിക്ക് ദൈവദൂതനെ പോലെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിനകത്ത്. അയ്യോ, കുറച്ച് മുമ്പ് ഭർത്താവിന്റെ കാലിനായിട്ട് വന്ന ആളാ. പതുക്കെ പറയണ, ഇവിടെ നിന്ന് പ്രസവിക്കാൻ പെണ്ണുമ്പോൾ അത് കേട്ടോ. പെങ്ങളവിടെ ഇരുന്നോ? അല്ല ഇപ്പൊ എന്ത് ചെയ്യും അണ്ണാ? അണ്ണ അണ്ണൊരു കാര്യം ചെയ്യ്. അണ്ണ ഈ പ്രസവം കെട്. അണ്ണ പ്രസവം കെട്. പ്രസവം എടുക്കാൻ ഞാനോ? ഇവിടെ ഞാൻ വല്ലവരെ കുത്തി കുടലെടുക്കും, പക്ഷെ പ്രസവം ഞാൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അണ പ്രസവം എടുക്കുന്ന വലിയ പാടൊന്നുമല്ല. നിസാര പണി അങ്ങോട്ട് ചെല്ല എടുക്കുക പോരുവാ. നിസാര പണിയോ? എന്തൊരു സിനിമയ്ക്കകത്ത് യന്ത്രം വരെ ഗർഭം എടുത്തേക്കും, പിന്നെ അണ്ണൻ എടുത്തൂടെ? എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചോര കണ്ട ഛർദിൽ വരും. അയ്യോ അമ്മേ, അയ്യോ. വേറെ എന്താ പരിപാടി? അണ്ണ നിസാര അണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് അണ്ണ ATM കയറിയിട്ടില്ല, പിന്നെന്താ? ATM കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നിസാറുള്ള പരിപാടി ഉള്ളതൊക്കെ. ഇവിടെ നീ അല്ലടാ പറഞ്ഞ പ്രസവം എടുക്കണേ, ഞാൻ ആരാടാ? അണ്ണ അയ്യോ. പിടിച്ചോ. അണ്ണാ മറ്റേ വാക്ക് ക്ലീനറില്ലേ, അത് വെച്ച് പിടിക്കാം നമുക്ക്. പകുളിർന്നോ? വാക്ക് ക്ലീനർ പിടിച്ചോ, എന്നെ പിടിച്ചോ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എടുത്തോ അങ്ങോട്ട് നോക്കിക്കടാ. ഇതെന്നാ കഥകളിയോ? ഇങ്ങോട്ട് മാറുന്നു. എനിക്കറിയത്തില്ലടാ പ്രസവം എടുക്കാൻ. എങ്ങനെയെങ്കിലും അങ്ങോട്ട് കിടത്തിട്ട് പ്രസവം കിടന്ന അവർ പ്രസവത്തിന് കണ്ടിട്ട് ഇപ്പൊ എന്തോ ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്ത് ഇവരെ കൊണ്ട് നമുക്ക് ആശുപത്രി പോയാലോ? ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേ പറ്റൂ. അയ്യോ, 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 എനിക്ക് വയ്യ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്ക്. നമുക്ക് ഡോക്ടറെ വിളിച്ചാലോ? ഡോക്ടറെ വിളിക്കാൻ വീശിക്കൂടെ എന്നാ? അണ്ണ വിശു. കിടത്തിപ്പോ എന്ത് ചെയ്യാനടങ്ങി ഒരു കേസിനകത്ത് പെട്ടും പോയല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ? അത് നടക്കൂല. അതിനാ ബൈക്കിലകത്ത് എങ്ങനെ ഒരു ഗർഭിണിയെ കൊണ്ടുപോണത്? അതാണ് ആകെ 2 വീലറല്ലേ ഉള്ളൂ. അതിനകത്ത് പെട്രോളും ഇല്ല. അയ്യോ അമ്മേ, അയ്യോ. കൊച്ചു കിടന്ന ഡോക്ടറെ വിളിക്കാൻ ആരെങ്കിലും പോയിട്ട്. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടോ. രണ്ടുപേരും ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ഇന്ന് ആരെ പോലും ഞാൻ കണി കണ്ടത്? അണ്ണൻ ആരാ കണി കണ്ടത്? പ്രദീപനെ. പ്രദീപിനെ? ആ. പിന്നെ അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കണ്ട പോക്ക, ഒരു ദിവസം പോക്ക. ഇന്ന് അവന്റെ വീട്ടിൽ ചെന്ന് അവനെ ഞാൻ കുത്തും. അണ്ണൻ കുത്തണതിന് മുമ്പ് വിളിച്ച് ചോദിക്കണം അവന്റെ ഭാര്യ ഗർഭിണിയാണോ എന്ന്. അയ്യോ ഇല്ല, ആ പേരോട് നമ്മൾ എടുക്കേണ്ടി വരും. ഇനി വീട്ടിൽ കയറിയുള്ള പൊട്ടാഷം നിർത്തി. പ്രസവം എടുക്കാൻ അറിയാവോ? ഇത് മാറ്റാ പറ. എടാ ഒന്ന് മാറ്റിക്കേ. മാറ്റ്. അറിയാണ്ട് പറഞ്ഞ് ഞാനിങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ എന്റെ കൊരവള്ളി പൊട്ടി പോകത്തില്ലേ സുഹൃത്ത്? അറിയാം. അറിയാലോ. രാവത്തോണ്ടോ പൊക്കോ. അകത്തൊരു പ്രസവം. ഇനി ആള് വേണ്ട. നീയൊക്കെ എന്നടാ താമസിച്ചേ? താമസിച്ചതോ? അണ്ണാ അവിടെ ഉള്ള എല്ലാം പ്രായം കൂടിയത്. ഇങ്ങനെ നല്ല പൊക്കുമ്പോ നല്ലൊരു കാര്യത്തിനെ പോക്കണ്ട്. നമ്മളിവിടെ ഇരിക്കല്ലേ? ഞാൻ അതിനായിട്ട് വന്നതാണോ അല്ലേ? ഇതെന്താ കയ്യിലെന്താ? ഇതെന്നാ സ്നഗിയൊക്കെ? 2 സ്നാഗി മേടിച്ചിട്ടുണ്ട്. അതെന്തിനാ? കൊച്ചിനാണോ? കൊച്ചിനല്ല, അണ്ണന്. അണ്ണ ഇവിടെ പേടിച്ച് വരണ്ടിരിക്കല്ലേ? എന്തെങ്കിലും കാര്യം സാധിച്ചാൽ നമ്മൾ തന്നെ കിടന്ന് പണി നടത്തണ്ടേ? എന്നാ 2 വെച്ചോ. എനിക്ക് വേണ്ട. അണ്ണൻ ഞാൻ ദൈവത്തോർത്ത് സ്നേഹം കൊണ്ട് അണ്ണൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്റെ വീട്ടിൽ വന്ന് കയറലും ഞാൻ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. അതിനാ നിന്റെ വീട്ടിൽ വന്നാ? എരുത്തിലൊരു ക്രാവ് ഇപ്പുണ്ട്, അതങ്ങനെ പെറ്റുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അണ്ണന്റെ അത്രയും നല്ല കാലാ. ഇവിടെ കാലുകുത്തിയപ്പോ പെണ്ണ് പെറ്റ്. അണ്ണ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ? എടി ഈ ഞാനുമായിട്ടും ബന്ധമില്ലെന്ന്. ഞാൻ ആദ്യമായിട്ടല്ലടാ ഇവിടെ വന്നെ. നമ്മൾ ഒന്നിച്ചല്ലടാ ആത്മാർ സുഹൃത്തെന്ന് പറഞ്ഞിട്ട്. സുഹൃത്ത് അവനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന അവൻ എന്നെ ചതിച്ചു. 6 വർഷം ഞാൻ ജയിലിൽ പോയതാ. അതാ പറഞ്ഞ അവനെ ഇവിടെ ഇട്ട് വെട്ടാൻ വന്നേക്കണ ഞാൻ. അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിച്ചോളൂ. അതെ, പേഷ്യന്റിന്റെ ഭർത്താവ് ആരാണ്? അണ്ണനാണ്. അല്ല ഭർത്താവല്ല, ഭർത്താവിന്റെ സ്ഥാനത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അണ്ണനാണ്. പേഷ്യന്റിന് പെയിൻ വന്നും പോയിരിക്കുകയാണ്. അത് ശരി. പേഷ്യന്റിന്റെ ഗർഭപാത്രം എന്നാ ദുബായ് എയർപോർട്ടോ പ്ലെയിൻ വന്നും പോയിക്കാൻ? അയ്യോ, പെയിൻ പേരാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ എന്തെങ്കിലും കുറ്റം പറഞ്ഞ അത് ഊരിയെടുക്കാൻ നോക്കാം. പെയിൻ, വേദന, പ്രസവ വേദന വന്നും പോയിരിക്കുകയാണ്. അതെ, പ്രസവവേദന ഉണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളത് മാറ്റിയെടുക്കണം. ബ്ലഡ് വേണം. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒന്നും ഇവിടെ ഇല്ല. ഓപ്പോസിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കയ്യിലുണ്ടോ? ഞാൻ എന്താ പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയുള്ളൂ. ഓപ്പോസിറ്റ് അല്ലേ? ഞാൻ ഓപ്പോസിറ്റ് പറയുന്ന പറഞ്ഞ ഓ പോസിറ്റീവ് അല്ല, എന്റെ ഓ നെഗറ്റീവാ. എന്തായാലും ബ്ലഡ് ഞങ്ങൾ സംഘടിപ്പിക്കാം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയോ. എന്റെ ദൈവമേ. എക്സ്ക്യൂസ് മീ. അതെ, ഇച്ചിരി ക്രിട്ടിക്കലാണ്. അപ്പൊ ആരെങ്കിലും ഈ എഗ്രിമെന്റിൽ ഒന്ന് സൈൻ ചെയ്യണം.
എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എന്താ സ്റ്റേജ് പരിപാടി വല്ലതും ആണോ, പ്രോഗ്രാം ആണോ? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മാത്രമേ ഈ കാര്യം, അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏൽക്കേണ്ടി വരും. അണ്ണ ഇട്ടോട്. നിസാര കാര്യമല്ല ഇത്. അണ്ണ അണ്ണ ഒപ്പിടണ്ണ. ഒപ്പിടണ്ണ. ശ്ശേ, അണ്ണന്റെ ഒപ്പം ഒരു മുള്ളുവേലിയാണല്ലോ, അതങ്ങട് ഉള്ളുവരിയോ? നീ 7 ഒപ്പം ഉണ്ട്. കുരിശ് മാറ്റി വരച്ചല്ലേ പ്രാവശ്യം. ഫോൺ വരുന്ന ആര് കിടന്ന് വിളിക്കുന്നേ? അവളെ കിടന്നു. ഇതിന്റെ ഇടയിൽ കിടന്ന് ഫോണും കാര്യങ്ങളും ആയിട്ട് വന്ന് ടെൻഷൻ അടിച്ച് മനുഷ്യൻ. അവള് ആര്? എടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുമല്ലേ, ആ. അവളാ വിളിച്ചത്. ആണാ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേര്, തിരക്കാന്ന് പറഞ്ഞു. നീ എടുത്ത് കാര്യം പറഞ്ഞോളൂ. ഹലോ. ആ അണ്ണ ഒരു പ്രസവം എടുത്തോണ്ടിരിക്കുക. ആ അത്യാവശ്യം അണ്ണന് കയ്യെത്താൻ പറ്റിപ്പോയി. ഇപ്പൊ ഞാൻ ചെയ്യാനും. ശരി കൊടുക്കാം, അതുകൊണ്ട് പിന്നെ വിളിക്കുവാണ് കേട്ടോ. അണ്ണ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം കാര്യം നോക്കിയിട്ട് വിളിക്കും. ഹലോ. ആ ഇതിനൊരു തീരുമാനമായി. അതെ, ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരണേ. എന്താ? ഒരു തുണ്ട് തരാം. മൊബൈലിൽ അയച്ചാ മതിയെ. ബ്ലൂടൂത്തിൽ അയക്കോ? എന്ത് ചെയ്യടി പറയണേ കുഞ്ഞേ? ഹലോ. എന്ത്? ഡോക്ടറുടെ തുണ്ട്. ഇത് വേഗം പോയി വാങ്ങിക്കൊണ്ടു വാ. ഇത് മേടിച്ച് കയ്യിൽ വെച്ചേക്കല്ലേ, ഇനി എവിടെ പോയി മേടിക്കാനാ? അതല്ല, ഇതിൽ എഴുതിയേക്കണ മരുന്ന് വേഗം പോയി വാങ്ങിക്കൊണ്ടു വാ. മരുന്ന് മേടിക്കാനാ? ആ. ആഹാ, ശരി, ശരി. ഇപ്പൊ തൽക്കാലം ഇവിടെ ഉള്ളത് ഞങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം. പക്ഷെ ഇത് കഴിയുമ്പോഴേക്കും എളുപ്പം എത്തിക്കണേ. ഇത് വെച്ചോ, ഇത് വെച്ചാ. അല്ല എന്റെ ഇതെല്ലാം വരുത്തി വെച്ചത് ഞങ്ങളാണോ? ഒരു 1000 രൂപ. അയ്യോ 1000 രൂപ എവിടെ ഇരിക്കുന്ന? 1000 രൂപ നിന്റെ ഉണ്ടോ? എന്റെ മുതുവെട്ടി പൊളന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാത്ത മനുഷ്യനാ. എന്റെ തായന്റെ കട ചോദിക്കാൻ വന്നേക്കുന്നത്. ആണ് ഞങ്ങൾ വരുത്തി വെച്ചാണോ അതെല്ലാം? കണ്ണും വരുത്തിച്ചാണ്. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കല്യാണം എന്നാ ഈ മോതിരം കൊണ്ട പണയം വെച്ച് മരുന്ന് മേടിച്ചോണ്ടോ കേട്ടോ. എന്തായാലും ആ ബന്ധം പറഞ്ഞല്ലോ. ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇനിയിപ്പോ ഏത് സമയത്താണെന്ന് ഈ അണ്ണന്റെ കൂടെ കൊട്ടേഷൻ കയറി വരാൻ തോന്നിയത്? ഇരിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അണ്ണാ സ്നേഹി ഇരിപ്പുണ്ടോ അതിനകത്ത്? ഡോക്ടർ എന്തായി ഡോക്ടർ, നോക്കാവോ അങ്ങോട്ട്? നോക്കടാ, അണ്ണന്റെ ടെൻഷൻ നോക്കണ്ട. ഇതിന്റെ ടെൻഷൻ കണ്ടിട്ട് ഇങ്ങനെ എന്തോ അണ്ണാ പ്രസവിച്ച് അതിന് അത് അതേ കണ്ണ്, അതേ മൂക്ക്, ആ ചുണ്ടിങ്ങനെ കോടി പിടിക്കണം, നേരെ പിടി അങ്ങോട്ട്. അതേ ചുണ്ട്. സത്യം പറ. ദേ, ഒരു കാര്യം അപ്പൊ കൺഗ്രാചുലേഷൻ. എന്തിനു ഭയങ്കര എന്തായാലും കൃത്യസമയത്ത് തന്നെയാ ഞങ്ങളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. സംഭവിച്ചിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ആ സ്ത്രീക്ക്. എന്നെങ്കിൽ അമ്മയെ കിട്ടുള്ളൂ, അതേ കുട്ടിയെ കിട്ടുള്ളായിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടെന്ന്. അപ്പൊ അവര് പറഞ്ഞത് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയാൽ മതി, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന്. അതാണ് ഒരു അമ്മയുടെ മനസ്സ്, അതാണ് അമ്മ എന്ന് പറയുന്ന പ്രതിഭാസം. ഇത്രയും നല്ല അമ്മമാര് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടും വൃദ്ധസദനത്തിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം. ഇനി നാളെ മുതൽ ഏതെങ്കിലും തള്ളമാരെ വൃത്തസ്ഥാനത്തിലാക്കുന്നവർക്കും എതിരെയായിരിക്കണം നമ്മുടെ കൊട്ടേഷൻ. ആരീ പറഞ്ഞത്? ആരായി പറഞ്ഞ? ആദ്യം പോയി മതിയോ? ഇനി മേലെ അമ്മേനെ കൊണ്ട് വൃത്തസ്ഥാനത്തിലാക്കുക കേട്ടോടാ. ഇപ്പൊ correct ആ. നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. നാളെ വിളിച്ചോണ്ട് വരാം. അണ്ണാ ആ സുരേഷ് വരുന്ന കൊല്ലല്ലേ വന്ന്? എന്റെ ഭാര്യ എവിടാ? എന്റെ ദൈവമേ. സുരേഷാ എന്താ എന്ത് പറ്റിയത്? ഇവനെ കൊല്ലണ്ടേ? ഇവൻ കൊല്ലാനാണ് നമ്മൾ വന്നത്. പക്ഷെ ഈ കൊച്ചിന്റെ മോൻ കണ്ടപ്പോ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല. എടാ, നിന്റെ ഭാര്യ പ്രസവിച്ചതോണ്ടാ കുഞ്ഞ്. കുഞ്ഞ് അപ്പോഴേ നിന്നെ ഞങ്ങൾ കൊല്ലാൻ വന്നാ. നിന്റെ പെണ്ണുമ്പിള്ളേനെയും ഭാര്യയും കണ്ടപ്പോഴേ പെണ്ണുമ്പിള്ളമാര് ഒന്നല്ലേ? തെറ്റിപ്പോയി. നിന്റെ ഭാര്യനെ ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ ഞങ്ങളങ്ങ് ഇറങ്ങുവാ കേട്ടോടാ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. നിന്ന് നീ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. എന്തിന്? എന്റെ കൊച്ചിന്റെ നൂലുകെട്ടിന്. പിന്നെ വരുമ്പോ എന്റെ കൊച്ചിന് നല്ലൊരു പേരും തിരഞ്ഞെടുത്തോണ്ട് വേണം വരാൻ. എന്റെ ദൈവമേ, പ്രസവത്തിന് എന്റെ മോതിരം പണയം വെച്ചു. നൂലുകെട്ടത്തിന് ഞാൻ എന്ത് ചെലവ് ചെയ്യും? എന്ത് ഞാൻ പണയം വെക്കും ഇനി ഞാൻ? അണ്ണാ നല്ലൊരു അരിഞ്ഞാണം കിടക്കുകയല്ലേ, അതെടുത്തങ്ങ് പണയം വെക്ക്.